അള്ളാഹുവിൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മുസ്ലിം ദുആ ചെയ്യുക, അതല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ഒരു മുഅ്മിൻ ദുആ ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു 3 രീതിയിൽ ഉത്തരം നൽകും. ചിലപ്പോൾ അവൻ പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവനക്ക് അള്ളാഹു ഉത്തരം നൽകിയെന്ന് വരാം. എന്നാൽ ചില ആളുകളുടെ ദുആക്ക് ഉടനെ ഉത്തരം ലഭിക്കുകയില്ല. മറിച്ച് അള്ളാഹു അത് പരലോകത്തേക്ക് മാറ്റിവെക്കും. അതിന് പ്രതിഫലം അവിടെ വെച്ച് നൽകുന്നതായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഇത് രണ്ടും അല്ലാതെയും ചില ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അഥവാ ഈ പ്രാർത്ഥനയ്ക്ക് തുല്യമായ രീതിയിൽ ചില തെറ്റുകൾ അവനിൽ നിന്നും അള്ളാഹു മാറ്റിക്കളയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദിനേനയായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഉദ്ധരിക്കുക, അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവിനോട് യാചിക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കലും ഒരടിമക്ക് പോലും അള്ളാഹു എനിക്ക് തരുന്നില്ലല്ലോ എന്ന കാര്യത്തിൽ നിരാശയുണ്ടാകാതിരിക്കുക. ഇത് ബഹുമാനപ്പെട്ട ഹിക്കമിൽ അത്താഉല്ലാഹി സിക്കന്ദരി മഹാനവർകൾ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് 6-ാമത്തതോ ആയ ഭാഗത്തിൽ മഹാനവർകൾ വിവരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ മനുഷ്യനിൽ നിരാശയുണ്ടാകാതിരിക്കാൻ മഹാനവർകൾ പ്രത്യേകമായി മുരീദുമാരോട് നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തൊരു കാര്യമാണോ താൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, ആവർത്തിച്ച് ആ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. മറിച്ച് നിരാശയുണ്ടാകാത്ത വിധത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അള്ളാഹു നമുക്ക് ഒന്നിക്കൽ ഉത്തരം നൽകും, അല്ലെങ്കിൽ ആഖിറത്തിൽ അതിന് അള്ളാഹു പ്രതിഫലം നൽകും. ചിലപ്പോൾ കുറച്ച് വൈകി തന്നെ നമുക്ക് ഉത്തരം ലഭിച്ചെന്ന് വരാം. അതുമല്ലെങ്കിൽ അള്ളാഹു നമുക്കതിനുള്ള പ്രതിഫലം അള്ളാഹു ആഖിറത്തിൽ നൽകും. അതല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു ഇതിന് പകരമായി മാറ്റിക്കളയുമെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.